അക്ഷരാർത്ഥത്തിൽ കടലിനടിയിലെ ഒരു ശവക്കല്ലറയാണ് മെക്സിക്കോയിലെ ഹോയോ നീഗ്രോ തുരങ്കം. ഇതിൽ 12,000 വർഷം പഴക്കമുള്ള മനുഷ്യരുടേത് മുതൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ഗോംഫോം തെറസിന്റെ വരെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഐസ് ഏജ് സിനിമയിലൂടെ പ്രശസ്തമായ സാമ്പറ്റൂത്ത് പുലികൾ, സ്ലോത്തുകളുടെ മുൻഗാമികൾ, കൂറ്റൻ കാട്ടുപട്ടികൾ, പ്യൂമകൾ തുടങ്ങിയവയുടെയും അസ്ഥികൂടങ്ങൾ ഈ തുരങ്കത്തിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. കരുതലോടെ സൂക്ഷിച്ചിരിക്കുന്ന ഫോസിൽ ശേഖരം എന്നാണ് ഈ തുരങ്കത്തിലെ മൃഗങ്ങളുടെ ശേഷിപ്പുകളെ ഗവേഷകർ വിശേഷിപ്പിച്ചത്. മെക്സിക്കോയിലെ യുകാറ്റൻ ഉപദ്വീപിലെ സാക് ആക്ടൻ ഗുഹാസമൂഹത്തിന്റെ ഭാഗമായുള്ള ഹോയ നീഗ്രോ എന്ന് പേര് നൽകിയിരിക്കുന്ന തുരങ്കത്തിൽ നിന്നാണ് ഈ ഫോസിലുകൾ കണ്ടെത്തിയത്. ഹിമയുഗത്തിന്റെ അവസാനത്തിൽ കടൽ നിരപ്പിലുണ്ടായ വലിയ വർധനവാണ് ഈ മേഖലയെ വെള്ളത്തിനടിയിലാക്കിയത്. അതുവരെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പലതരത്തിലുള്ള പുരാതന ജീവികളുടെയും വിഹാര കേന്ദ്രമായിരുന്നു ഈ മേഖല. ഇത്രയധികം പുരാതന ജീവികളുടെ ഫോസിലുകൾ ഒരുമിച്ച് ലഭിച്ചതോടെയാണ് ഗുഹയ്ക്ക് ഹോയ നീഗ്രോ എന്ന പേര് നൽകിയത്. ഹോയ നീഗ്രോ എന്നാൽ സ്പാനിഷ് ബ്ലാക്ക് ഹോൾ എന്നാണ് അർത്ഥം. പൗരാണിക ജീവികളെക്കുറിച്ചുള്ള നിർണായക കണ്ടെത്തലുകൾക്ക് വഴിവെച്ചേക്കാവുന്നതാണ് ഈ ഫോസിൽ ശേഖരം. അതിനാലാണ് ഈ ഫോസിൽ ശേഖരം കണ്ടെത്തിയ ഗുഹയ്ക്ക് ബ്ലാക്ക് ഹോൾ എന്നർത്ഥം വരുന്ന പേര് നൽകിയതും. ഈ തുരങ്കം ശവപ്പറമ്പായത് എങ്ങനെയാണെന്ന് നോക്കാം. ഗുഹാസമൂഹത്തിന്റെ ഭാഗമാണെങ്കിലും തുരങ്കം എന്ന് വിളിപ്പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കിടങ്ങ് പോലെയാണ് ഹോയ നീഗ്രോ സ്ഥിതി ചെയ്യുന്നത്. 60 മീറ്റർ താഴ്ചയാണ് ഈ കിടങ്ങിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് വെള്ളമില്ലാതെ വരണ്ടു കിടന്നിരുന്ന ഈ കിടങ്ങിലേക്ക് അബദ്ധത്തിൽ ജീവികൾ വീഴാനുള്ള സാധ്യത ഏറെയായിരുന്നു. ഇങ്ങനെ വീണ് ചത്തുപോയ ജീവികളുടേതാണ് ഈ കിടങ്ങിൽ കണ്ടെത്തിയ ഫോസിലുകളെന്നാണ് ഗവേഷകർ പറയുന്നത്. 12 വർഷങ്ങൾക്ക് മുൻപാണ് ഈ മരണക്കിടങ്ങിനെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് അറിവ് കിട്ടുന്നത്. അന്നു മുതൽ പലതവണകളായുള്ള പര്യവേഷണങ്ങളിലായി വിവിധ ഇനത്തിൽപ്പെട്ട 100-ലധികം ജീവികളുടെ ഫോസിലുകൾ കടലിനടിയിലെ ഈ കിടങ്ങിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഗവേഷകരെ ഏറ്റവും അധികം ആവേശഭരിതരാക്കിയത് അടുത്തിടെ കണ്ടെത്തിയ ചെന്നായ് കരടികളുടെ ഫോസിലുകളാണ്. ധ്രുവപ്രദേശങ്ങളിൽ നിന്നും സമശീതോഷ്ണ മേഖലയിൽ നിന്നും വ്യത്യസ്തമായ കേടുപാടുകൾ സംഭവിക്കാത്ത ഫോസിലുകൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് കണ്ടെത്തുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മെക്സിക്കോയിലെ ഈ ഫോസിൽ ശേഖരം ഗവേഷകർക്ക് നിരവധി വിവരങ്ങളാണ് നൽകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.